നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എടോ വിജയ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ്, അത്രയും മുതിർന്ന തലമൂത്ത ഒരു നേതാവ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന പിണറായി വിജയനെ വിളിച്ച വിളിയാണ് എടോ വിജയ. അന്ന് രാഷ്ട്രീയപരമായിട്ട് പല രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇത് കാരണമായി. എത്രയൊക്കെ പറഞ്ഞാലും, എത്രയൊക്കെ ആശയപരമായ സംഘടനം, ആശയപരമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ട്, ആശയത്തെ ആശയം കൊണ്ട് നേരിടുമ്പോൾ അതിനിടയിൽ ഇത്തരത്തിൽ അതായത് പരസ്പര ബഹുമാനമില്ലാത്ത അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഒരു പ്രായം, അതൊക്കെ പരിഗണിച്ച് ആ വ്യക്തിയെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുക എന്നത് തീർത്തും പാലിക്കേണ്ട ഒരു മാന്യത തന്നെയാണ്. എടോ വിജയ എന്ന് വിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ മാന്യതയുടെ പരിധികൾ ലംഘിച്ചുവെന്ന് അന്ന് വലിയ രീതിയിലുള്ള ഒരു നിരീക്ഷണമൊക്കെ വന്നതാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടോ വിജയ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചത് രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു നിർണായകമായ അല്ലെങ്കിൽ മറക്കാനാവാത്ത ഒരു ഘട്ടം തന്നെയാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അത്തരത്തിൽ എടോ വിജയ എന്ന് വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യമന്ത്രിയെ അത്തരത്തിൽ അഭിസംബോധന ചെയ്തു. മുഖ്യമന്ത്രിയെ എടോ വിജയ എന്ന് വിളിച്ചത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മഹാ അഹങ്കാരിയാണ് എന്നതടക്കമുള്ള വിശേഷണമൊക്കെ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരുന്നു. എന്തൊക്കെയായാലും രാഹുൽ പിണറായി പോര് അത് ഒരു ഉന്നത സ്ഥാനത്ത് നിൽക്കുകയാണ്, മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണമൊക്കെ കിട്ടുക എന്നത് വിരളമാണ്. പക്ഷേ തൻ്റെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരണം അറിയിക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച പോസ്റ്റുകളിലൂടെ ഒന്ന് പോയാൽ, അതായത് ഫേസ്ബുക്ക് കുറിപ്പുകളിലൂടെയൊക്കെ ഒന്ന് പോയാൽ അതിൽ പലതും മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് ലക്ഷ്യമിട്ടുള്ള പോസ്റ്റുകളാണ്. അതായത് മുഖ്യമന്ത്രിയെ പരസ്യമായി തന്നെ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ തന്നെ വിമർശിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. അത്രയും ഓപ്പണായിട്ട് തന്നെ, അതായത് ഒരു മറയും ഇല്ലാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായിയെ വിമർശിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ തുടരെ ഒരുപാട് വിഷയങ്ങളിൽ നിരന്തരം ഇത്തരത്തിലൊരു വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി, അതുപോലെ തന്നെ MLA, അതായത് രാഹുൽ പിണറായി പോര് അതുകൊണ്ട് തന്നെയാണ് വളരെ മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ അത് കടുക്കുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. മുഖ്യമന്ത്രിയുടെ ശൈലി അറിയാം, അദ്ദേഹം എല്ലാത്തിനും മറുപടി നൽകാത്ത വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയുണ്ട്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയല്ല. എല്ലാ വിഷയങ്ങൾക്കും മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ കിട്ടുന്ന എല്ലാ വിഷയങ്ങളിലും മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നത് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ നടക്കുന്നത് പിണറായി രാഹുൽ പോര് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. ഏറ്റവും പുതുതായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് അത് മുഖ്യമന്ത്രിയെ പരാമർശിച്ചു കൊണ്ടുള്ളതായിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു, പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നാട് നീളെ വ്യഭിചരിക്കുന്ന ആളെ പ്രതിപക്ഷ നേതാവ് ന്യായീകരിച്ചു എന്ന കടുത്ത പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിനിടെ ഉയർന്നിരുന്നു. ഇതിന് മറുപടിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. അത്തരത്തിൽ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട്. ആ പോസ്റ്റുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആദ്യത്തെ പോസ്റ്റിൽ ആ മുഖ്യമന്ത്രിക്കുള്ള മറുപടി എന്താണെന്ന് നോക്കാം. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, താങ്കളുടെ സ്ത്രീപക്ഷ നിലപാടുകളൊക്കെ വെറും PR തട്ടിപ്പും രാഷ്ട്രീയ അവസരവാദവും രാഷ്ട്രീയ വിരോധം തീർക്കലും ഒക്കെയാണ് എന്ന് ഇതിനോടകം കേരളത്തിന് നന്നായിട്ട് ബോധ്യമായിട്ടുണ്ട്. ഒന്നും അറിയാതെ ആരുടെയോ സ്ക്രിപ്റ്റിലെ ഒരു കഥാപാത്രമാണ് താങ്കൾ എന്ന് കഴിഞ്ഞ ദിവസം ആ കപ്പിനെ പറ്റിയുള്ള താങ്കളുടെ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞു. ശ്രീ വിജയൻ, താങ്കളുടെ സർക്കാർ മുൻ CPM MLA കുഞ്ഞു മുഹമ്മദിന്റെ പരാതി മുക്കിയത് ആ പരാതിക്കാരി തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ശ്രീ മുകേഷിനെതിരെ ആരോപണം വന്ന മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെ പാർലമെന്റിൽ മത്സരിപ്പിച്ച ആളാണ് താങ്കൾ. ശ്രീ വിജയൻ ഇന്ന് ന്യായീകരിച്ചല്ലോ ശ്രീ ഗണേഷ് കുമാറിനെ അത് കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞ്. അതെ, ഗണേഷ് കുമാറിനോട് അന്നത്തെ ഭാര്യ ഉന്നയിച്ച പരാതിയുടെ പേരിൽ ഉമ്മൻചാണ്ടി സാറിന്റെ സർക്കാരിൽ നിന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് താങ്കൾ പറഞ്ഞിട്ടില്ലേ? ഇന്ന് അതേ ഗണേഷ് കുമാറിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ താങ്കളുടെ മകളോടും താങ്കളുടെ പോലീസിനോടും വരെ പരാതി പറഞ്ഞിട്ട് ആ സ്ത്രീയെ സഹായിച്ചോ? എന്നെ ഹോട്ടൽ വളഞ്ഞ് താങ്കളുടെ പോലീസ് അറസ്റ്റ് ചെയ്തു. പറ്റാവുന്നത്ര അപരാധം യാതൊരു തെളിവുമില്ലാതെ എഴുതി പിടിപ്പിച്ച് കോടതിയിൽ കൊടുത്തിട്ട് എന്തായി? കോടതികൾ പറഞ്ഞത് കൂടി സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം. ഇനി കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ കോടതിയിൽ സമർപ്പിച്ച തെളിവുകളും ഇനി സമർപ്പിക്കാൻ പോകുന്ന തെളിവുകളും പോലീസിന് കൈമാറാം. അന്വേഷണവുമായി ബന്ധപ്പെട്ടില്ലാത്ത വാർത്തകൾ പുറത്തുവിടുന്ന ആ പോലീസ് ഈ തെളിവുകൾ അങ്ങ് പുറത്തുവിടട്ടെ. എന്തായാലും എല്ലാ സത്യവും പുറത്തു വരും. എനിക്കെതിരെ
ആരോപണം വന്നപ്പോൾ തന്നെ എൻ്റെ പ്രസ്ഥാനവും എൻ്റെ നേതാക്കന്മാരും എന്നെ കേൾക്കുക പോലും ചെയ്യാതെ നടപടിയെടുത്തിട്ടുണ്ട്. അതിൽ ഈ ലോകത്തിൻ്റെ പ്രസ്ഥാനത്തെപ്പറ്റി പരാതി പറയാൻ എനിക്കല്ലാതെ മറ്റാർക്കും അവകാശമില്ലാത്ത അത്ര വേഗതയിലും എതിർവാദം കേൾക്കാൻ പോലും തയ്യാറാകാതെയും നടപടിയെടുത്ത് കോൺഗ്രസിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും. പറയാൻ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഇത് വിഷയമാക്കണമെങ്കിൽ ആക്കിക്കോ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ബാക്കി ജനം തരും. ഭാര്യയുടെ നാഭിക്ക് ചവിട്ടിയവന് പിന്നെ കൊടുത്ത സ്ഥാനമൊന്നും എന്നെ കൊണ്ട് പറയിക്കേണ്ട. ശ്രീ വിജയ, ചുമ്മാ വിരട്ടാൻ നോക്കണ്ട, ജയിലിലാക്കിയാലല്ല കൊല്ലാൻ നോക്കിയാൽ പേടിക്കില്ല എന്നായിരുന്നു ഇതിനുള്ള രാഹുൽ മങ്കൂട്ടത്തിൻ്റെ മറുപടി. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു പൊതു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കവേ ആ സദസ്സിൽ നിന്നും ഒരു വ്യക്തി, ഒരു പ്രവർത്തകൻ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതിനും മറുപടിയുമായിട്ട് രാഹുൽ മങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിരുന്നു. ഉമ്മൻചാണ്ടിയുമായി പിണറായി വിജയനെ താരതമ്യം ചെയ്തായിരുന്നു രാഹുലിൻ്റെ മറുപടി. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇപ്രകാരം പറയുന്നു: സദസ്സിനെയും കേൾക്കും, മറുപടിയും പറയും. ഒരേ ഒരു ഉമ്മൻചാണ്ടി സാർ, അതായത് പണ്ട് ഉമ്മൻചാണ്ടി ഒരു പ്രസംഗം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കവേ സദസ്സിൽ നിന്ന് ഉയർന്ന ഒരു ചോദ്യത്തിന് അദ്ദേഹം ആ പ്രസംഗത്തിൽ കൂടി തന്നെ നൽകിയ മറുപടി, അതും അനുഭാവത്തോടെ സ്നേഹത്തോടെ നൽകിയ മറുപടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പിണറായി വിജയൻ്റെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പരാമർശത്തെ രാഹുൽ മങ്കൂട്ടത്തിൽ വിമർശിച്ചത്. ഇനി നമുക്ക് മറ്റൊരു പോസ്റ്റിലേക്ക് കൂടി പോകാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് നേതാവ് തങ്ങൾക്കെതിരെ ഉണ്ടായ ആരോപണങ്ങൾ, അതായത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹത്തിനെതിരെ ലൈംഗികമായ ചില പരാമർശങ്ങൾ വരുന്നു. അതിനെതിരെ രാഹുൽ മങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിൽ പോലും മുഖ്യമന്ത്രിയെ ശ്രീ വിജയ എന്ന് പറഞ്ഞ് വിമർശിച്ചുകൊണ്ടായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രിയ സഹപ്രവർത്തകരെ, പ്രത്യാക്രമണത്തേക്കാൾ വലിയ പ്രതിരോധമില്ല. കൊത്തി കൊത്തി മുളത്തിൽ കൊത്തുക എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് അപരാധം പറഞ്ഞു പറഞ്ഞ് UDFൻ്റെയും കേരളത്തിൻ്റെ തന്നെയും സമുന്നതനും സമാധാരണീയനുമായ പാണക്കാട് തങ്ങൾക്കെതിരെയും മോർഫ് ചെയ്ത അപവാദ പ്രചരണവുമായി സൈബർ ക്രിമികീടങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. മനുഷ്യനെ പറ്റി അറപ്പുളവാക്കുന്ന അപവാദ പ്രചരണം നടത്താൻ ഈ ക്രിമികൾക്ക് കിട്ടുന്ന ലൈസൻസ് ശ്രീ വിജയനെ പോലെ ഒരുത്തനാണ് അവരുടെ ആഭ്യന്തരമന്ത്രി എന്നതാണ്. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഹീനമാർഗങ്ങൾ ഉപയോഗിക്കുന്ന വേണ്ടി വന്നാൽ കൊന്നിട്ട് കുലംകുത്തി എന്ന് വിളിക്കാൻ മനസ്സുള്ള ഒരുത്തൻ സംരക്ഷിക്കാനുണ്ടെന്ന ധൈര്യമാണ് ഈ ക്രിമിനൽ സംഘത്തെ വളർത്തുന്നത്. അത്രയും രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ വാക്കുകളിലൂടെ മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ പോരാളി ക്രിമികളുടെ നേതാവ് ആ മനസ്സുള്ള പോരാളി വിജയനാണെന്ന രൂക്ഷ വിമർശനം. പാണക്കാട് തങ്ങൾക്കെതിരെയുള്ള അതിക്രമത്തിൻ്റെ തന്നെ നാൾ വഴി നോക്കൂ. സൈബർ ക്രിമികൾ 2 ദിവസമായി 1000 പള്ളികളുടെ ഗാളിയുടെ 1000 പാട്ടുകൾ ഉടൻ വിപണിയിലെന്ന് സൈബർ സ്പേസിൽ പ്രചരണം നടത്തുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, UDFനെ മാത്രമല്ല ഒരു മതത്തെ കൂടി അധിക്ഷേപിക്കുക എന്ന CPMൻ്റെ സമകാലിക നയത്തിൻ്റെ ഭാഗമായാണ് ഗാളി എന്ന വാക്ക് ഉൾക്കൊള്ളിച്ചത്. ഷാനു എന്ന ഒരു ഫേക്ക് ID പുതുതായി സൃഷ്ടിച്ചു. ഡീപ് ഫേക്കിലൂടെ സൃഷ്ടിച്ച തങ്ങളുടെ ഒരു മോർഫ് ചിത്രം വെച്ച് ഹീന പ്രചരണം നടത്തുന്നു. പാണക്കാടേക്ക് സഹായം ചോദിച്ചെത്തുന്ന ഒരു മനുഷ്യൻ പോലെ നിരാശയോടെ മടങ്ങേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ശിഹാബ് തങ്ങളിലൂടെയും ഹൈദരലി തങ്ങളിലൂടെയും തെളിയിക്കപ്പെടുകയും അത് സാദിഖലി തങ്ങളിലൂടെയും മുനവ്വർ അലി തങ്ങളിലൂടെയും തുടർന്നു പോവുകയും ചെയ്യുന്ന പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിൽ തന്നെ ഭയന്നാണ് ഈ സഹായം ചോദിച്ചെത്തിയ ഒരു യുവതിയോട് തങ്ങൾ അശ്ലീല സന്ദേശം അയച്ചുവെന്ന് പറഞ്ഞ് ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ആ ഫേക്ക് അക്കൗണ്ട് ആകെ ഫോളോ ചെയ്തത് ശ്രീ കെറ്റി ജലീലിനെ വാഴ്ത്താനായി ഇറങ്ങിയിരിക്കുന്ന ഒരു സൈബർ ക്രിമി. അതിൻ്റെ അപകടമണത്താണ് ലീഗിനെയും പാണക്കാട് കുടുംബത്തെയും അടച്ചാക്ഷേപിക്കുന്ന ജലീൽ പെട്ടെന്ന് ശ്രീ സാദിഖലി തങ്ങൾക്ക് അനുകൂലമായി പോസ്റ്റ് ഇട്ടത്. ഇതും അന്വേഷിക്കണം. പോസ്റ്റ് വന്ന് മിനിറ്റുകൾ വെച്ച് CPM ഫേക്ക് പേജുകൾ തങ്ങൾക്കെതിരെ ആക്ഷേപം അഴിച്ചുവിടുന്നു. ജനം TV അത് വാർത്തയാക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ രാഹുൽ മങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ പീഡന പരാതി ഉയർത്തിയ ആദ്യ പരാതിക്കാരി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവെച്ച ആ ഫേസ്ബുക്ക് കുറിപ്പിൽ ഉള്ള വാക്കുകളുള്ള ഒരു കപ്പിൽ മുഖ്യമന്ത്രി ചായ കുടിച്ചിരുന്നു. അത് ഈ അതിജീവിതയോടുള്ള ഐക്യദാർഢ്യമാണെന്ന വിശേഷണമൊക്കെ നൽകി. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങൾ ഇൻ്റർവ്യൂവിന് വന്നിരുന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു അത് അവിചാരിതമായി സംഭവിച്ചതാണ്, അത്തരത്തിൽ ഉദ്ദേശിച്ചല്ല ആ കപ്പ് ഉയർത്തിയതെന്നാണ്. അതിനും രാഹുൽ മങ്കൂട്ടത്തിൽ മറുപടി നൽകി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. ആ മറുപടി ഇപ്രകാരമായിരുന്നു: ശ്രീ വിജയൻ, ആ കപ്പ് മാത്രമല്ല, കേസുകളിൽ നിങ്ങളുടെ പൊളിറ്റിക്കൽ PR-ൻ്റെയും പൊളിറ്റിക്കൽ വൈരാഗ്യത്തിൻ്റെ ഉപകരണമായിരുന്നു. രാഷ്ട്രീയ വിരോധത്താൽ എത്ര ഹീനമായ ഒരാളെ ആക്രമിക്കാമെന്നതിൻ്റെ ഉദാഹരണമായി ഇത് നാളുകളിൽ കണക്കാക്കപ്പെടും. പുറത്ത് താങ്കൾ എന്തൊക്കെ പറഞ്ഞ് നടന്നാലും ഇതിലെ യാഥാർത്ഥ്യങ്ങൾ താങ്കൾക്കും എനിക്കും അറിയാം. അത് നാളുകളിൽ ഈ നാട് അറിയും. അന്ന് ഈ കൊലച്ചിരി മാറി താങ്കൾ മറുപടി പറയേണ്ടി വരും. സത്യം ജയിക്കും, സത്യം ഭൂമിയിൽ നിന്ന് മുളച്ചു വരും, നീതി ആകാശത്തിൽ നിന്ന് നോക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ അതിനും മറുപടി നൽകിയത്. എന്തായാലും രാഹുലിൻ്റെ മറുപടികളെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ളതാണ്. അദ്ദേഹത്തെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള മറുപടികളാണ്. അപ്പോൾ മറുവശത്തൊരു ചോദ്യം വരുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഒരു നാണം കെട്ട പാർട്ടിയാണെന്നൊക്കെ പറയുന്ന BJP സംസ്ഥാന അധ്യക്ഷനും നേമത്തെ BJP സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ഒരു വശത്ത് നിൽക്കുമ്പോൾ അവർക്കൊന്നും മറുപടി നൽകാതെ മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ മാത്രം മുഖ്യമന്ത്രിക്ക് മാത്രം മറുപടി നൽകിക്കൊണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.